വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്നിവിടെ ട്യൂണ ഫിഷ്, അതായത് നമ്മൾ ചൂരമീൻ എന്ന് പറയുമല്ലോ, അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഒന്ന് വേവിച്ചെടുത്ത് വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമുക്കത് ആ ചൂരമീൻ, അതായത് ട്യൂണ ഫിഷ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് കേട്ടോ. അത് ഉലർത്തിയത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെന്ന് ഞാൻ കേട്ടോ. ഇനിയിപ്പോൾ 2 സ്പൂൺ വെച്ചിട്ടുള്ളൂ. ഓയിലൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്രഷായിട്ടുള്ള ഫിഷ് കിട്ടാത്തവരൊക്കെ ഈ ടിന്നിലുള്ള ഫിഷ് വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. പക്ഷെ നമുക്കിവിടെ ഫ്രഷായിട്ട് കിട്ടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ട്യൂണ ഫിഷ്, അതായത് ചൂര മീൻ വന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേവിക്കാതെ നിങ്ങൾക്ക് ചെറിയ പീസുകളായിട്ടിട്ട് അതിൽ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് ഇച്ചിരി കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ചേർക്കാം. വേണ്ടിയിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് എരിവ് തോന്നില്ലാന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇത് പിരിയമുളകിൻ്റെ പൊടിയല്ല. പിരിയമുളകിൻ്റെ പൊടിയാണെങ്കിൽ 1.5 സ്പൂൺ ഇട്ടോളൂ. ഫിഷിന് എപ്പോഴും കുറച്ച് എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് കാണത്തുള്ളൂ. കുറച്ച് മല്ലിപ്പൊടി, കറി മസാല പൊടി വേണമെന്നുള്ളവർ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് വഴണ്ടിട്ടിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഫിഷ് വേവിച്ചപ്പോൾ അതിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഇട്ടോണം കേട്ടോ. ഈ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് വഴണ്ടിട്ടട്ടെ. വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ തേങ്ങ ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിത് വഴറ്റിയിട്ട് ഇതിൽ തന്നെ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലപോലെ വരട്ടിയെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണം കൂടെ ഒന്ന് മാറണം. ഇപ്പോൾ ഇതിന് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ഫിഷ് ഉലർത്തിയതിന് എന്നിട്ട് ഈ ഫിഷ് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തോ. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ ചെയ്തോ. പക്ഷേ ഈ ഫിഷ് ഇട്ട് കഴിഞ്ഞിട്ട് കുറേ സമയം ഇട്ട് നമ്മൾ ഇളക്കരുതിട്ടാൽ ചിലപ്പോൾ ആ ഫിഷ് കഴിഞ്ഞിട്ട് നല്ല ഹാർഡായി പോകും. നമ്മൾ കുറച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് നമ്മളിതുപോലെ ഇളക്കി കൊടുത്താൽ മതി. എല്ലാം കൂടെ നല്ല രീതിയിൽ ചേർന്ന് വരണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എരിവും ഉപ്പും ഒക്കെ നോക്കാം.
ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്. ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് കുറച്ച് എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ പെപ്പർ പൗഡർ ചേർത്തത്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ട്യൂണ ഫിഷ് ഉലർത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പൊടിച്ചു കൊടുത്തു, കുറേയൊക്കെ പീസസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ അതുപോലെ ഒന്ന് കഴിച്ചോളാമല്ലോ. അപ്പോൾ എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തിൽ കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം, കുഴപ്പമില്ല. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യണേ. കണ്ടോ, നമ്മുടെ ട്യൂണ ഫിഷ് ഉലർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂണ ഫിഷ് ചൂര മീൻ ഉലർത്തിയത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറേ സമയമായിട്ട് ഇതിൽ ഇങ്ങനെ വരട്ടരുത്. വരട്ടുകയാണെങ്കിൽ നമ്മുടെ പീസസൊക്കെ നല്ല ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, ഇത് സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മതി കേട്ടോ. 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇട്ട് വേവിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ ആ ഫിഷ് ഇട്ടിട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ട് പിന്നീട് വരട്ടിയെടുത്താലും മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കുള്ള വേവ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, ദോശയുടെ കൂടെയൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും